ഓം സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ പരായഗുപ്തനെ പാപവിമോചകനെ പാരീരേഴിനും രക്ഷകനെ കല്യാണരൂപനെ കാമിതദായകനെ കരുണ തന്നാഴിയെ കാത്തുകൊള്ളുക. ത്രിമൂർത്തിപ്പൊരുളെ യന്മനോമൂർത്തിപ്പെരുമാളെ ലോകാദിദൈവമേ പാഹി പാഹി. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം ശ്ലോകം 39. സുദന്തസുകപോലശ്ച ഷഡ്വർണ്ണസമ്പദോധിപ ഗരളകാലകണ്ഠശ്ച ഗോനേതാ ഗോമുഖപ്രഭു. സുദന്തസുകപോലശ്ച ഷഡ്വർണ്ണസമ്പദോധിപ ഗരളകാലകണ്ഠശ്ച ഗോനേതാ ഗോമുഖപ്രഭു. ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം 39 ശ്ലോകത്തിൽ ഭഗവാന്റെ 8 ദിവ്യമായ നാമങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ നാമങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്. സുദന്ത, സുഷ്ടുവായ ദന്തങ്ങളോട്, അതായത് പല്ലുകളോട് കൂടിയ ദേവൻ. സുകപോല, അഴകേറിയ കവിൾത്തടങ്ങളോട് കൂടിയ ദേവൻ. ഷഡ്വർണ്ണ, ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ് എന്നിവയാണ് 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങളോട് കൂടിയ ദേവൻ. കൂടാതെ ഹരിഹരപുത്ര എന്ന നാമത്തിൽ 6 അക്ഷരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മഹത്വമേറിയ 6 അക്ഷരങ്ങളോട് കൂടിയ ദേവൻ എന്ന് അർത്ഥം. സമ്പദോധിപ, സമ്പത്തിനെല്ലാം അധിപതിയായിട്ടുള്ള ദേവൻ. ഗരള, ജലം ദാനം ചെയ്യുന്ന ദേവൻ. കാലം എന്നാൽ കുയിൽ എന്നർത്ഥം. കുയിലിനെ പോലെ മധുര ശബ്ദം പുറപ്പെടുവിക്കുന്ന കണ്ഠമുള്ള ദേവൻ, അതായത് മധുരസ്വരം പുറപ്പെടുവിക്കുന്ന ദേവൻ എന്ന അർത്ഥം. അഥവാ കറുത്ത കഴുത്തോടുകൂടിയ ദേവൻ എന്നും അർത്ഥം. മഹാദേവൻ്റെ പുത്രനാണല്ലോ ശ്രീ ധർമ്മശാസ്താവ്. മഹാദേവൻ കാലകണ്ഠനാണല്ലോ. അതുകൊണ്ട് അയ്യപ്പസ്വാമിക്കും കാലകണ്ഠൻ എന്ന നാമം. ഗോനേത്ര, സർവപ്രാണികളുടെയും നേതാവായിട്ടുള്ള ദേവൻ. സ്വർഗം, ആകാശം, ഭൂമി, ജലം, വാക്ക് മുതലായവയുടെയൊക്കെ അധിപനും ഗോനേത്ര എന്ന ശബ്ദം കൊണ്ട് ധ്വനിക്കുന്നുണ്ട്. ശരം, മണ്ണ്, രശ്മി, യാഗഭേദം, ഇടിമിന്നൽ, ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നിവയൊക്കെ നയിക്കുന്ന ദേവൻ എന്നും അർത്ഥം. അല്ലെങ്കിൽ ഗോവിനെ പോലെ നീണ്ട കണ്ണുകളുള്ള ദേവൻ എന്നും അർത്ഥം. ഗോമുഖപ്രഭ, ഗോമുഖം എന്ന വാദ്യത്തിൻ്റെ സ്വാമിയായിട്ടുള്ള ദേവൻ. അഥവാ എല്ലാവരുടെയും മുഖത്തിന് പ്രകാശമായി നിൽക്കുന്ന സ്വാമി എന്നും അർത്ഥം. നാമാവലി. ഓം സുദന്തായ നമഃ. ഓം സുകപോലായ നമഃ. ഓം ഷഡ്വർണ്ണായ നമഃ. ഓം സമ്പദോധിപായ നമഃ. ഓം ഗരളായ നമഃ. ഓം കാലകണ്ഠായ നമഃ. ഓം ഗോനേത്രേ നമഃ. ഓം ഗോമുഖപ്രഭവേ നമഃ. ഓം ശ്രീ ഹരിഹരാത്മജായ നമഃ. മന്ത്രപുഷ്പാണി സമർപ്പയാമി. ശ്ലോകം 40. കൗശികകാലദേവശ്ച ക്രോശകക്രൗഞ്ചഭേദക ക്രിയാകരകൃപാലുശ്ച
കരവീരകരേരുഹ. കൗശികകാലദേവശ്ച ക്രോശകക്രൗഞ്ചഭേദക ക്രിയാകരകൃപാലുശ്ച കരവീരകരേരുഹ. ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം 40-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ 7 നാമങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ നാമങ്ങളുടെ അർത്ഥം: കൗശിക. കൗശികൻ എന്ന പദത്തിന് നിധിയുള്ള സ്ഥലം അറിയാവുന്ന ആൾ എന്നാണ് അർത്ഥം. എല്ലാ നിധികളുടെയും ഇരിപ്പിടമായിട്ടുള്ള ദേവൻ. കൗശികൻ എന്ന നാമം മഹാദേവനും ഉണ്ട്. മഹാദേവപുത്രനായതുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവിനും കൗശികൻ എന്ന നാമം. കാലദേവ. ഭൂതവർത്തമാന ഭാവികളിലെ ധർമാധർമ്മങ്ങളെയും ആയുസ്സിനെയും കണക്കാക്കുന്ന കാലനാകുന്ന ദേവൻ, അഥവാ മരണം, വിധി, സമയഭേദം ഇവയുടെ നിയന്ത്രണം കൈവശമുള്ള ശക്തിയായി വർത്തിക്കുന്ന ദേവൻ. ക്രോശക. ക്രോശദൂരം കേൾക്കത്തക്കവണ്ണം വിളിക്കുന്നത് ഇഷ്ടമുള്ള ദേവൻ. ഉറക്കെ ശരണം വിളിക്കുന്നത് ഇഷ്ടമുള്ള ദേവൻ. വളരെ ദൂരം വരെ കേൾക്കത്തക്ക വിധത്തിൽ വിളിക്കുവാൻ കഴിവുള്ള ദേവൻ എന്നും അർത്ഥം. ക്രൗഞ്ചഭേദക. ക്രൗഞ്ചപർവ്വതത്തെ പിളർന്ന സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധമുള്ള ദേവൻ. ക്രിയാകര. എല്ലാ സമയത്തും പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവൻ. കൃപാലു. എല്ലാവരിലും കൃപയുള്ള ദേവൻ. കരവീരകരേരുഹ. കയ്യിൽ ചുരികായുധം ധരിച്ചിട്ടുള്ള ദേവൻ. നാമാവലി: ഓം കൗശികായ നമഃ. ഓം കാലദേവായ നമഃ. ഓം ക്രോശകായ നമഃ. ഓം ക്രൗഞ്ചഭേദകായ നമഃ. ഓം ക്രിയാകരായ നമഃ. ഓം കൃപാലവേ നമഃ. ഓം കരവീരകരേരുഹായ നമഃ. ഓം ശ്രീ ഹരിഹരാത്മജായ നമഃ. മന്ത്രപുഷ്പാണി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.